നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ വേൾഡ് ചാമ്പ്യനെ പരാജയപ്പെടുത്തുക എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ പ്രജ്ഞാനന്ദ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെതിരെ റാപ്പിഡിലും ബ്ലിറ്റ്സിലും പലതവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ചെസ്സിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് മാത്രമായിരുന്നു ആ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ഏക ഇന്ത്യക്കാരൻ. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടാറ്റാ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റിൻ്റെ 4ാം റൗണ്ടിൽ നിലവിലെ ലോക ചാമ്പ്യൻ ഡെങ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രജ്ഞാനന്ദയും ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് ആ ഗെയിം വളരെ വേഗത്തിൽ ഒന്ന് കണ്ടു നോക്കാം. ഈ ഗെയിമിൽ ഡെങ്ലറൻ വൈറ്റ് സൈഡും പ്രജ്ഞാനന്ദ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഡെങ്ലറൻ E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. റോയൽ ഓപ്പോസ് ഓപ്പണിംഗ് ആണ്. പ്രജ്ഞാനന്ദ A6 മൂവ് ചെയ്തുകൊണ്ട് മോർഫി ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. ഡെങ്ലറൻ ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കൊളംബസ് വേരിയേഷനിലേക്ക് മാറുന്നു. പ്രജ്ഞാനന്ദ അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഡെങ്ലറൻ D3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം E4ലെ പോണിനെ സപ്പോർട്ടും ചെയ്യുന്നു. പ്രജ്ഞാനന്ദ ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അടുത്തതായി പ്രജ്ഞാനന്ദ B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനും കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാം. എന്നാൽ പ്രജ്ഞാനന്ദ D6 മൂവ് ചെയ്തുകൊണ്ട് E5ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ E5ലെ പോണിന് ഒരു സപ്പോർട്ടോ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇനി ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ബ്ലാക്കിന് അടുത്ത മൂവിൽ നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ ബിഷപ്പിന് ഇപ്പോൾ എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അതോടെ വൈറ്റിന് ബിഷപ്പിന് നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡെങ്ലറൻ C3 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ട C4 സ്ക്വയറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ വൈറ്റിന് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന മാറ്റാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് F7ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ബിഷപ്പ് സാക്രിഫൈസ് അല്ല, ഒരു എക്സ്ചേഞ്ച് ആണ്. ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ B4 മൂവ് ചെയ്തുകൊണ്ട് ഈ 2 പീസുകളെയും ഫോർക്ക് ചെയ്യാം. അതിലൂടെ ഈ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കാനും കഴിയും. അതുകൊണ്ട് പ്രജ്ഞാനന്ദ ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം H6 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നിനുള്ള അവസരം ഒഴിവാക്കുന്നു. ഈ സമയം ഡെങ്ലറൻ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പ്രജ്ഞാനന്ദ കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഡെങ്ലറൻ അടുത്ത നൈറ്റുകൾ ഡെവലപ്പ് ആണ്. നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയാണ്. ഡെങ്ലറൻ നൈറ്റിനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ഡയഗണൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. പ്രജ്ഞാനന്ദ നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. A4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ B5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ പ്രജ്ഞാനന്ദ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. റൂക്കിനെ B8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ A5ൽ നിന്നും മാറ്റുന്നു. ഇവിടെ ഇപ്പോൾ പോണ വെച്ച് പോണിട്ടാണെങ്കിൽ പോണ വെച്ച് തിരിച്ചു വെട്ടാം. ആ സമയത്ത് എന്തായാലും റൂക്ക് അറ്റാക്കിലായില്ല. ഇവിടെ ഡെങ്ലറിനും പോണ വെച്ച് പോണിട്ടുന്നില്ല, പകരം H3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബോർഡിലെ 4 നൈറ്റുകളും ഏകദേശം ഒരേ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് പ്രജ്ഞാനന്ദ ക്വീൻ സൈഡിലേക്ക് ഒരു അറ്റാക്ക് ആരംഭിക്കുകയാണ്. അതിനായിട്ട് ആദ്യം C5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഡെങ്ലറൻ ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ പിൻ ചെയ്യുന്നു. എന്നാൽ പ്രജ്ഞാനന്ദ പോണിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയാണ്. C4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ 2 ബിഷപ്പുകൾക്കെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഡെങ്ലറൻ ആദ്യം ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനൊട്ടിക്കൊണ്ട് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു വെട്ടുന്നു. അതിനുശേഷം വൈറ്റ് ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും A2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ C7ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ഡെങ്ലറൻ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോണ വെച്ച് പോണോട്ടുന്നു, ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ഈ പോണുകൾ തമ്മിലും അറ്റാക്കിലാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റ് പോണ വെച്ച് പോണോട്ടാണെങ്കിൽ ബ്ലാക്കിന് പോണ വെച്ച് തിരിച്ചുവിട്ടുന്നതോടൊപ്പം B2ലെ പോണിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് ഡെങ്ലറൻ ഇപ്പോൾ പോണ വെച്ച് പോണോട്ടുന്നില്ല, പകരം ബിഷപ്പിനെ B1ലേക്ക് കൊണ്ടുവന്ന് D3ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. പ്രജ്ഞാനന്ദ ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോണ വെച്ച് പോണോട്ടുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഈ സമയത്ത് പ്രജ്ഞാനന്ദ ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന്
ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഡിംഗ്ലറൻ ഇപ്പോൾ ആ ബിഷപ്പിനെ എങ്ങോട്ടേക്കും മാറ്റുന്നില്ല. പകരം നൈറ്റിനെ E2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിനെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ നൈറ്റും ബിഷപ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ്. നൈറ്റ് പോച്ച് ബിഷപ്പിനോട്ട് വന്നു, വൈറ്റ് ക്യൂവിന് പോച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് കൊണ്ടുവരുന്നു, വൈറ്റ് നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ B4 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു, പോൺ വെച്ച് പോണോട്ടുന്നു, ബ്ലാക്ക് റൂക്ക് പോയി തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ D6ലെ പോണിന് ക്വീൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിംഗ്ലറൻ റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ ഒരറ്റ കൂടെ കൊണ്ടുവരുന്നു. പ്രജ്ഞാനന്ദ റൂക്കിനെ B6ലേക്ക് കൊണ്ടുപോയി ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഡിംഗ്ലറൻ ക്വീനെ ഇവിടെ നിന്ന് മാറ്റിയ ശേഷം റൂക്കുകളെ ഒരേ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം D6ലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ A3ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് പ്രജ്ഞാനന്ദ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അടുത്ത റൂക്കിനെ കൂടെ B8ലേക്ക് കൊണ്ടുവന്ന് B2 പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. ഡിംഗ്ലറൻ D6ലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് B2ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ നൈറ്റിനെ E8ലേക്ക് കൊണ്ടുവന്ന് D6ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ഡിംഗ്ലറൻ നൈറ്റിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ റൂക്കിനെ B3ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഈ B2ലെ പോണിനുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് ക്വീൻ ഇപ്പോൾ A1ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ A2ലേക്കാണ് മാറുന്നതെങ്കിൽ റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് വരും. അതുകൊണ്ട് ഡിംഗ്ലറൻ ക്വീനെ A1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ് ചെയ്യാണ്. ക്വീനെ B6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ക്വീൻ കൂടെ ഈ B5ലേക്ക് വന്നതോടെ B2ലെ പോണതിലുള്ള അറ്റാക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. എന്നാൽ അതല്ല പ്രധാന പ്രശ്നം. ഇവിടുത്തെ പ്രധാന പ്രശ്നം വൈറ്റിൻ്റെ F2ലെ പോൺ ഇപ്പോൾ പിന്നിങ്ങിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഇവിടെ B2ലെ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് അടുത്ത റൂക്കിനെ കൂടെ B1ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് G3ലെ നൈറ്റിനോട്ട് എടുക്കാം. ഈ പോൺ പിന്നിങ്ങിലായത് കാരണം പോൺ വെച്ച് റൂക്കിനെ വെട്ടാൻ പറ്റില്ല. ഇതോടെ വൈറ്റിനൊരു നൈറ്റ് നഷ്ടപ്പെടുകയും ബ്ലാക്ക് ഗെയിം വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡിംഗ്ലറൻ ഇവിടെ ഇപ്പോൾ B2ലെ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് H2ലെ നൈറ്റിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഇവിടെ ഒരു കൂട്ട എക്സ്ചേഞ്ച് നടക്കുകയാണ്. ബ്ലാക്ക് റൂക്ക് വെച്ച് പോണിട്ട് എടുക്കുന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു, ബ്ലാക്ക് ക്യൂവിനെ വെച്ച് റൂക്കിനിട്ട് എടുക്കുന്നു, വൈറ്റ് ക്യൂവിനെ വെച്ച് ക്യൂവിനെ കിട്ടുന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇനി വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ A1ലേക്ക് കൊണ്ടുവരുന്നു, ബ്ലാക്ക് ബിഷപ്പിനെ A2ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരു പോൺ ലാഭമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ഒരു ഫോർക്കും ചെക്കും എടുത്തുകൊണ്ട് റൂക്കുകളെ കൂടെ എക്സ്ചേഞ്ച് ചെയ്യാനാണ് പ്രജ്ഞാനന്ദ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫോർക്കും ചെക്കും ഒഴിവാക്കുന്നതിനായിട്ട് ഇപ്പോൾ കിങ്ങിനെ H2ലേക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റുകയാണെങ്കിൽ റൂക്ക് വെച്ച് F2ലെ പോണിനെ കൂടെ വെട്ടിയെടുക്കാം. അതുകൊണ്ട് ഡിംഗ്ലറൻ ഇവിടെ ഇപ്പോൾ കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം H4 മൂവ് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ H5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഡിംഗ്ലറൻ F3 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് പ്രജ്ഞാനന്ദ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. റൂക്ക് വെച്ച് ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഡിംഗ്ലറിന് അത് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല. റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. പ്രജ്ഞാനന്ദ ബിഷപ്പിനെ E2ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റ് വെച്ച് ഇപ്പോൾ തന്നെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ആദ്യം കിങ്ങിനെ ആക്റ്റീവ് ആക്കാണ്. കിങ്ങിനെ F2ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്കും കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ C3ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ബിഷപ്പിനിപ്പോൾ സേഫായിട്ട് പോകാൻ 2 സ്കോറുകളേ ഉള്ളൂ. ബ്ലാക്ക് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പും നൈറ്റുമായിട്ട് ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. പ്രജ്ഞാനന്ദ അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ കിട്ടുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ഡിംഗ്ലറൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം F4 മൂവ് ചെയ്തുകൊണ്ട് E5ലെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. പ്രജ്ഞാനന്ദയും ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഡിംഗ്ലറൻ പോണ വെച്ച് F5ലെ പോണിട്ട് എടുക്കുന്നു, ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് വീണ്ടും പോണ വെച്ച് E5ലെ പോണിട്ട് എടുക്കുന്നു, ബ്ലാക്ക് വീണ്ടും പോണ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോഴും പ്രജ്ഞാനന്ദയ്ക്ക് ഒരു പോണ് കൂടുതലുണ്ട്. ഇവിടെ ഡിംഗ്ലറൻ G3 മൂവ് ചെയ്തുകൊണ്ട്
H4 പോണിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം F4 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ E6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാതെ വേറെ വഴിയില്ല. നൈറ്റിനെ E3 മൂവ് ചെയ്യുന്നു. വൈറ്റിൻ്റെ നൈറ്റ് ഈ പ്രധാനപ്പെട്ട 2 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റ് ഇവിടെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പ്രഗ്നാനന്ദ ആ നൈറ്റിനെ ആക്റ്റീവാക്കാണ്. നൈറ്റിനെ F6 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഈ പോണുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ G3 പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം G4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കിട്ടുന്നതിനും കൂടി കിങ്ങിനെ F3 കൊണ്ടുവരുന്നതായിരുന്നു വൈറ്റിന് ഇവിടെ കുറച്ചുകൂടി നല്ല മൂവ്. ആ സമയത്ത് പോൺ വെച്ച് ചെക്ക് വരുന്നെങ്കിൽ മാത്രം കിങ്ങിനെ E2 മാറിയാൽ മതിയായിരുന്നു. എന്നാൽ ഡിംഗ്ലറിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഒരു മിസ്റ്റേക്ക് കൂടെ സംഭവിക്കുകയാണ്. കിങ്ങിനെ അഡ്വാൻസ് ആയിട്ട് തന്നെ E3 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ G3 പോണിനെ അറ്റാക്ക് ചെയ്യാൻ ബ്ലാക്കിന് അവസരം കിട്ടിയിരിക്കുകയാണ്. പ്രഗ്നാനന്ദ നൈറ്റിനെ E4 കൊണ്ടുവന്ന് G3 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് കിങ്ങിനെ തിരിച്ച് F3 തന്നെ കൊണ്ടുവന്ന് ഈ പോണിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നൈറ്റിനെ F1 കൊണ്ടുവന്ന് G3 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കിങ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്താൽ എന്താണ് പ്രശ്നം നോക്കാം. ഇങ്ങനെ ഇപ്പോൾ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് കിങ്ങിനെ F3 കൊണ്ടുവരുന്നതെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് വെച്ച് ആ G3 പോണിനോട്ട് എടുക്കാം. ഇപ്പോൾ കിങ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടാണെങ്കിൽ F4 മുച്ചുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. വൈറ്റിൻ്റെ കിങ് ഇപ്പോൾ എങ്ങോട്ട് തന്നെ മാറിയാലും ബ്ലാക്കിന് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ബ്ലാക്കിന് ഇപ്പോഴും ഒരു പോൺ കൂടുതലുണ്ട്. ഇതിലൊരു പോണിനെ ക്വീനാക്കി മാറ്റിക്കൊണ്ട് ബ്ലാക്കിന് ഇനി വിജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വൈറ്റ് ഇപ്പോൾ കിങ് വെച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നൈറ്റിനെ F1 കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ പ്രഗ്നാനന്ദ വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യുകയാണ്. F4 മൂവ് ചെയ്തുകൊണ്ട് G3 പോണിനെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ വൈറ്റിന് വേറെ വഴിയില്ല. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അടുത്തായിട്ട് വൈറ്റ് കിങ്ങിനെ F3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ F5 കൊണ്ടുവന്ന് ഈ 2 കരുക്കളെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഡിംഗ്ലറിൻ കിങ്ങിനെ G2 മൂവ് ചെയ്യുന്നു. പ്രഗ്നാനന്ദ നൈറ്റിനെ D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ D2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F7 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കിങ് ഉപയോഗിച്ച് H4 പോണിന് സപ്പോർട്ട് കൊടുക്കുന്നതായിരുന്നു വൈറ്റിന് നല്ല മൂവ്. എന്നാൽ ഡിംഗ്ലറിൻ ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. നൈറ്റിനെ C4 മൂവ് ചെയ്യുന്നു. ഇതോടെ പ്രഗ്നാനന്ദയ്ക്ക് ആ H4 പോണിനെ അറ്റാക്ക് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. പ്രഗ്നാനന്ദ കിങ്ങിനെ G4 കൊണ്ടുവന്ന് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ നല്ല മൂവുകളൊന്നുമില്ല. ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല. എന്നാലും റിസൈൻ ചെയ്യുന്നില്ല. കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ F2 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് പ്രഗ്നാനന്ദ കിങ് ഉപയോഗിച്ച് H4 പോണിനോട്ട് എടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F3 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. പ്രഗ്നാനന്ദ കിങ്ങിനെ G5 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ B2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ E5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ E4 മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല. പകരം കിങ്ങിനെ F5 കൊണ്ടുവന്ന് ഈ 2 സ്ക്വയറുകളും കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് നൈറ്റിനെ D1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ G5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് ഈ 4 സ്ക്വയറുകളിലേക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് കിങ്ങിനെ G2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H4 മൂവ് ചെയ്യുന്നു. ഡിംഗ്ലറിൻ ഇവിടെ നൈറ്റിനെ F2 കൊണ്ടുവരുന്നു. ബ്ലാക്ക് F3 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോഴും കിങ്ങിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് കിങ്ങിനെ G1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ F4 കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് കിങ്ങിനെ F1 കൊണ്ടുവന്നപ്പോൾ ബ്ലാക്ക് നൈറ്റിനെ E4 കൊണ്ടുവന്ന് വൈറ്റിന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊണ്ടുവന്നതോടെ വൈറ്റ് തോൽവി സമ്മതിക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിന് ശേഷം ഇതിലേതെങ്കിലും ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാതെ നൈറ്റിനെ H3 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്താലും കിങ്ങിനെ ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ G3 മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ നൈറ്റിന് സേഫായിട്ട് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് G1 നൈറ്റിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റിനെ D2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ്ങിന് ഒരു സ്ക്വയറിലേക്ക് മാറാൻ കഴിയുള്ളൂ. E1 മാറേണ്ടി വരും. ആ സമയത്ത് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരികയും കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും ബ്ലാക്കിന് പോൺ വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് പോണിനെ പ്രൊമോട്ട് ചെയ്യാനും കഴിയും. അല്ലാതെ ഈ പൊസിഷനിൽ നൈറ്റിനെ D3 കൊണ്ടുവന്നാണ് ചെക്ക് കൊടുത്താലും കിങ്ങിനെ E3 ഒന്ന് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. ഇപ്പോഴും എങ്ങോട്ടെങ്കിലും മാറിയാലും ബ്ലാക്കിന് നൈറ്റിനെ D2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. കിങ് ചെക്കിൽ നിന്ന് എങ്ങോട്ട് തന്നെ മാറിയാലും പോൺ വെച്ച് ചെക്ക് കൊടുക്കാനും ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റും. നൈറ്റിനെ F1 സ്കോറിലേക്ക് കൺട്രോൾ ഉണ്ട്. അല്ലാതെ ഈ പൊസിഷനിൽ ഇപ്പോൾ നൈറ്റിനെ H1 മൂവ് ചെയ്താലും ബ്ലാക്കിന് നൈറ്റിനെ G3 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നൈറ്റുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ എക്സ്ചേഞ്ചിന് ശേഷം ബ്ലാക്കിന് ഇതിലൊരു പോണിനെ
ക്വീനാക്കി മാറ്റാനും കഴിയും. അങ്ങനെ എന്ത് തന്നെ മോചിതാലും ഈ പൊസിഷനിൽ ഇനി അധികം സമയം പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കൊണ്ടാണ് ഡിംഗ്ലറിൻ തോൽവി സമ്മതിച്ചത്. ഈ വിജയത്തോടെ പ്രജ്ഞാനന്ദ ഇന്ത്യയുടെ 1ാം നമ്പർ താരമായി മാറിയിരിക്കുകയാണ്. ഇത് 60ഓളം മൂവുകളുള്ള വലിയൊരു ഗെയിമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗെയിം കുറച്ച് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.